ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും ഐഷൂസ് മാജിക്കൽ വേൾഡിൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയരാം സ്നേഹിതരെ, എൻ കൂടെ പിറപ്പുകളെ, ഈ രാവിൽ ഞാനോതാം ഈദിനാശംസ. നാട്ടുകാർക്കും ഈദ് മുബാറക്, കൂട്ടുകാർക്കും ഈദ് മുബാറക്, സഹോദരങ്ങൾക്കും ഈദ് മുബാറക്ക്. പൈസൂട്ടി ഇതവിടെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ കല്യാണ പെണ്ണുങ്ങൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തിരുന്നു. ഇപ്പം അതെല്ലാം മറന്നുപോയി. പൈസൂട്ടിൻ്റെ പിന്നാലെ നടക്കണോണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഐശൂട്ടിക്ക് മൈലാഞ്ചി ഇട്ടെടുക്കുന്ന ആൾ ഞാൻ തന്നെയാണ് കേട്ടോ. അവളിങ്ങനെ മൈലാഞ്ചി ഇടാനൊന്നും സഹകരിക്കൂലായിരുന്നു ഐശു. ഒരു പുള്ളി ഇട്ട് കഴിഞ്ഞാൽ അത് പോയി കഴുകുക, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. മാഷാ അല്ലാ, ഇതിൻ്റെ കുട്ടീൻ്റെ ഒരു വലിയ മാറ്റമാണ്. ഇവളിപ്പോൾ മൈലാഞ്ചി ഇടുമ്പോൾ അത് ഭംഗിയോടെ ആസ്വദിക്കുന്നുണ്ട് ഇവള്. അതുപോലെ തന്നെ ഇത് ചുമക്കുന്നത് വരെ കൈ അനക്കാതെ ഇരിക്കുകയും ചെയ്യും. എനിക്കിതിങ്ങനെ ഇതുപോലെ വരക്കാനൊക്കെ കാണിച്ചു തരും ചെയ്യും. മാഷാ അല്ലാ, ഇത്തരം കുട്ടികൾ ഇങ്ങനെയൊന്നും ചെയ്യൂല. അവർക്ക് അതറിയൂല, തിരിച്ചറിയൂല. അവർ മൈലാഞ്ചി, പെരുന്നാൾ അതൊന്നും അവർക്ക് തിരിച്ചറിയില്ല. അപ്പോൾ ആഘോഷങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഇവർക്കും ഇതുപോലെ മൈലാഞ്ചിയൊക്കെ ഇട്ട് പെരുന്നാളാണ് എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്കും ചെയ്യാലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് കൊണ്ടുവരണം ഇവർ ശരിക്കും. ഞാൻ ഐശൂട്ടിക്ക് ആദ്യം ഒന്നും തിരിച്ചറിയില്ലായിരുന്നു മൈലാഞ്ചി ഇടാനൊന്നും. എന്നാലും എല്ലാ ആഘോഷങ്ങൾക്കും ഞാൻ അവളെ കഴിയുന്ന രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ഓണാണെങ്കിലും പെരുന്നാളാണെങ്കിലും വിഷു ആണെങ്കിലും ഒക്കെ കേട്ടോ. മക്കളെ അങ്ങനെ വേണം പഠിപ്പിച്ചെടുക്കാനും. മാഷാ അല്ലാ, ഇന്ന് നമ്മൾ ഒരുപാട് മാറി. ഞാൻ അവളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആദ്യത്തെ പോലെ അല്ല ഐശൂട്ടി, ഇപ്പം ഒരുപാട് മാറ്റമുണ്ട്. ഇതിൻ്റെ മുന്നേ ഞങ്ങളിപ്പം സ്കൂളിൽ നിന്ന് എടുത്ത ഓൺ വോയിസിൽ ഒരുപാട് കമൻസ് വന്നു. എല്ലാവർക്കും ഐശൂട്ടിൻ്റെ ആ ഒരു മാറ്റം കണ്ടിട്ട് സന്തോഷം തോന്നി. ഞങ്ങളെ കൂടെ നിന്നവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും സഹകരിച്ചവർക്കും ഞങ്ങളെ വഴിക്കടവ് സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും കുട്ടികൾക്കും മാനേജ്മെൻറ്റിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ഐശൂട്ടിൻ്റെ ഈ മാറ്റത്തിൻ്റെ പിന്നിൽ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ. മാഷാ അല്ലാ. ഐശൂട്ടി ഇതാ മൈലാഞ്ചൊക്കെ ഇടാനും മെച്ചീനെ ഇങ്ങനെ നന്നായി സഹകരിച്ച് അവൾ കാണിച്ചു തരികയാണ്. മുഴുവനും ഇടുന്നത് വരെ കുട്ടി നന്നായി അടങ്ങിയിരിക്കുന്നത്. അറ്റൻഷൻ ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു ഇവൾ. അറ്റൻഷൻ ഇല്ലാത്ത കുട്ടീനെ ഞാൻ ഈ രീതിക്ക് മാറ്റിയെടുത്തതിന് അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കതിൽ. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല ഐശു ഇങ്ങനെ അറ്റൻഷനായി ഇതൊക്കെ തിരിച്ചറിയുമെന്നുള്ളത്. ഹാർഡ് വർക്ക് ചെയ്യുന്നേ, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായി പ്രാർത്ഥിക്കുക പഠിച്ചതിൻ്റെ മുന്നിൽ. ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കാറ്. എന്താണെങ്കിലും എത്ര സങ്കടം ഉള്ളിലുണ്ടെങ്കിലും ചിരിച്ചാൽ ഞാൻ സംസാരിക്കാറ് കേട്ടോ. ഐശൂട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പം എനിക്ക് ശരിക്കും ഉള്ളിൽ തട്ടി ചിരിക്കാൻ പറ്റുന്നുണ്ട്. അവൾ എല്ലാം തിരിച്ചറിയാനായി. മാഷാ അല്ലാ. ഐശൂട്ടി തെക്കുബീറൊക്കെ ചെല്ലും, പെരുന്നാൾ ആശംസകളൊക്കെ അറിയിക്കും. ഇതിൻ്റെ ലാസ്റ്റ് ആകുമ്പോൾ ഐശൂട്ടി പറയുമായിരിക്കും കേട്ടോ. അപ്പം ഞാൻ പറയിപ്പിക്കുമ്പോൾ അവൾ പറയൂല, അവൾക്ക് തോന്നണം. സംസാരമൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അവൾ പറയുന്ന വാക്കുകൾ തെറ്റിപ്പോകുന്നില്ല, ക്ലാരിറ്റി കുറവ് അങ്ങനെയൊന്നുമില്ല. അവൾക്ക് സംസാരിക്കാൻ തോന്നണം, അത്രയേ ഉള്ളൂ. ഇപ്പം എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അവൾക്കിങ്ങനെ സംസാരിക്കാൻ തോന്നുമ്പോഴാണ് അവൾ പറയാന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിൽ നിങ്ങളൊക്കെ എല്ലാവരും മൈലാഞ്ചി കിട്ടും, മക്കളൊക്കെ എല്ലാവരും ഇട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ലൈശു. പണ്ടൊക്കെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ വളഞ്ഞുരുക്കിയിട്ടുണ്ട് ഒരു മൈലാഞ്ചിടല്. അതിന് ശരിക്കും ഒരു പെരുന്നാളിൻ്റെ ഒരു മണോ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഇല മൈലാഞ്ചി അരച്ച് കയ്യിലിങ്ങനെ അത് ശരിക്കും ഒന്നായിട്ട് വാലൻറ്റിൻ്റെ മേലെ പൊത്തിയിട്ട് ഒരു കടത്തുണ്ട്.
പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലുമൊക്കെ കെട്ടി കിടക്കും. നേരം വെളുക്കുമ്പോൾ അത് അഴിച്ചു നോക്കുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായി ചുമന്നിട്ടുണ്ടാവും. വളഞ്ഞില്ലോടത്തൊക്കെ നല്ല വെള്ള കളറായിട്ട് ഇങ്ങനെ നിൽക്കും. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി ശരിക്കും. ഇപ്പോഴൊക്കെ ട്യൂബ് ഇറങ്ങിയപ്പം അതെല്ലാവരും ഉപേക്ഷിച്ചു. ഇതെല്ലാം എളുപ്പം. ഇതൊക്കെ ശരിക്കും കെമിക്കലാണ്. മക്കളെ കയ്യിലൊന്നും ഇട്ട് കൊടുക്കാനേ പാടില്ല. നമ്മൾ ഉണ്ടാക്കുന്ന മൈലാഞ്ചി ആണെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഉണ്ടാക്കിയത് നല്ല കേട്ടോ. ഇത് നമ്മൾ ശരിക്കും വാങ്ങിയത് തന്നെയാണ്, കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ഉണ്ടാക്കാറുണ്ട് മൈലാഞ്ചി. ഇതിനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ഞങ്ങൾക്ക് വലിയ ആഘോഷമൊന്നുമില്ല കേട്ടോ. ഞാനൊന്നും മൈലാഞ്ചി ഇടുന്നില്ല. എൻ്റെ ഉമ്മ മരിച്ചിട്ട് ആദ്യത്തെ വലിയ പെരുന്നാളാണ്. ഉമ്മ ഉണ്ടാകുമ്പോൾ അതിൻ്റേതായ എല്ലാ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്ന് പോയി നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ സങ്കടം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവണേ. വീട്ടിലേക്ക് പോകാനേ പോതില്ല, പക്ഷേ പോകണമല്ലോ, അവിടെ ഒപ്പമുണ്ട്. വീട്ടിലേക്ക് പോവും. വൈകുന്നേരം ഞങ്ങൾ പോവും. ഐശുട്ടി ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വൈകുന്നേരം വീട്ടിലേക്ക് പോകും. അപ്പം ഐശുട്ടിന് ഇത്രയും മാറ്റം ശരിക്കും ഉമ്മാക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഉമ്മ നന്നായി പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട്. എൻ്റെ കൂടെ എപ്പോഴും പോന്നിരുന്നു കേട്ടോ. ഉമ്മ ക്യാമ്പിനൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ ഉമ്മ വരാറുണ്ടായിരുന്നു. നല്ല സ്മാർട്ടായിരുന്നു എൻ്റെ ഉമ്മ. നല്ല ആരോഗ്യവതിയായിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു ആളായിരുന്നു. പക്ഷേ ആയുസ് മാത്രം പഠിച്ചാൽ തന്നില്ല. ലേശം ഉമ്മമ്മ പോയി. ഉമ്മമ്മ മരിച്ചു പോയി. ഉമ്മമ്മക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. പറഞ്ഞമ്മ കുഞ്ഞ്, ഉമ്മമ്മക്ക് സ്വർഗം സ്വർഗം കൊടുക്കണേ അല്ല. ഐശുട്ടിക്ക് ഉറക്കം വരുന്നുണ്ടേ. ഐശുട്ടി ഇങ്ങനെ ഉറക്കം വന്നാലും ക്ഷമയോടെ നോക്കി കാണുന്നുണ്ട് കേട്ടോ. അത് അവൾക്ക് മൈലാഞ്ചി വേണം തന്നെയാണ് അവൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇത്രത്തോളമൊക്കെ എൻ്റെ കുട്ടി മാറും എന്നുള്ളൊരു സന്തോഷം. ഞാൻ ഇത്രയും പേരൻസിനോടാണ് പറയുന്നത്. നമ്മൾ നന്നായി വർക്ക് ചെയ്യുക. നമ്മൾ കുട്ടികളൊക്കെ മാറും കേട്ടോ, ഏതവസ്ഥയിലായിക്കോട്ടെ. സെറിബ്രൽ പാൾസി, മെൻ്റൽ റിട്ടാർഡേഷൻ, ഡൗൺ സിൻഡ്രോം, ID, അങ്ങനെ പലവിധ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കളായിരിക്കും നമ്മളെ മക്കൾ. പക്ഷേ ഇവരൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിയുള്ളവരാണ്. ഇവർക്ക് ഭിന്നശേഷിക്കാരെന്നല്ല അല്ല പറയേണ്ടത്, വിഭിന്ന ശേഷിയുള്ളവരെന്ന് വേണമെങ്കിൽ ഇവർക്ക് മാറ്റി പറയാം. നമുക്ക് ഒരുപാട് കഴിവുകളുള്ള മക്കളാണ്. എൻ്റെ ഐശുട്ടി ഞാൻ പറഞ്ഞുതരാം, നന്നായി പാട്ട് പാടാൻ കഴിയുന്ന കുട്ടിയാണ്. ശരിക്കും ഞാൻ പഠിപ്പിച്ചൊന്നല്ല കേട്ടോ അവളെ പാട്ട്. അവൾ എന്നെ പാട്ട് പഠിപ്പിച്ചു. ഞാൻ പണ്ടൊക്കെ ഞാൻ പഠിച്ചത് മമ്പാട് പരതമ്മൽ സ്കൂളിലാണ്. എൽ പി ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ പാട്ട് മത്സരത്തിനൊക്കെ പങ്കെടുത്തിരുന്നു. എന്നിട്ട് കപ്പൊക്കെ വാങ്ങി കൊടുത്തിരുന്നു കേട്ടോ അന്നത്തെ കാലം. പിന്നെ പാട്ടിനോടൊന്നൊരു ഇതൊന്നും ഇല്ലായിരുന്നു. വലിയ ആളായ കുട്ടിയൊക്കെ ആയപ്പം പിന്നെ പാടാനൊന്നും സ്റ്റേജ് പ്രോഗ്രാമിനൊന്നും വിടൂല. അങ്ങനെ ആ പാട്ടിൻ്റെ ആ ഒരു കഴിവൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോൾ ഐശു ഉണ്ടായതിൻ്റെ ശേഷം എന്നിലെ ഞാൻ നന്നായി വരക്കണ ആളായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മുന്നേ എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ ഇവിടെ തൊട്ടടുത്തുള്ള പെണ്ണുങ്ങളൊക്കെ മൈലാഞ്ചിടാൻ വരാറുണ്ടായിരുന്നു. എല്ലാവർക്കും ഇട്ടുകൊടുത്തിരുന്നു കേട്ടോ. അപ്പം അതും എൻ്റേത് നഷ്ടപ്പെട്ട തന്നെയായിരുന്നു. പിന്നെ അതൊക്കെ എനിക്ക് പുറത്തെടുക്കാൻ എൻ്റെ ഐശുട്ടീൻ്റെ കാരണം പറ്റി കേട്ടോ. ഐശുട്ടി ഇപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പം ആസ്വദിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ അവൾക്ക് വേണ്ടി വീണ്ടും ചെയ്യാൻ തുടങ്ങി. മാഷാ അല്ലാഹ്. അപ്പം എനിക്ക് എല്ലാം കൊണ്ടും അനുഗ്രഹമാണ്. എൻ്റെ പുന്നാരം ഒളിപ്പിച്ച് വരും പാടിക്കാം. ഐശുവിൻ്റെ താത്തുണ്ട്, അവളിപ്പം എഞ്ചിനീയറിങ് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു കാക്കും ഉണ്ട് കേട്ടോ ഐശുവിന്. പക്ഷെ താത്താൻ്റെ പേരെന്താ? ഞാനിമാൻ്റെ കുഞ്ഞ് താത്താൻ്റെ പേരെന്താ? കുഞ്ഞ് ജുമാന ഹസീൻ. ഇപ്പോൾ ഒന്നും ആൾ പറയൂല. ഞാൻ പറയിക്കണ വീഡിയോ ഒക്കെ ഇൻഷാ അല്ലാഹ് വിടാം കേട്ടോ. ഇപ്പോൾ ഉറക്കം വന്നുകൊണ്ടിരിക്കുകയാണ് ഐശുട്ടി. അപ്പോൾ ഐശുട്ടി ഒന്നും പറയാൻ താല്പര്യം കാണിക്കുന്നില്ല. എന്തായാലും അവൾ പറയുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അല്ലേ ഐശു? അപ്പം ഞങ്ങൾ പറയുന്ന ഒരു അവസ്ഥയിലല്ല ഇരിക്കണേ. എന്നാലും നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, അത്ര മതി. അതിർപ്പക്കുട്ടി പിന്നെന്താ
ഇത് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഇവൾക്കൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ പാടില്ല, അപ്പം ഉണ്ടാക്കി പാട്ടാണ് പാടുക, അല്ലെങ്കിൽ നല്ല പാട്ടുകൾ പാടും. ഞാനത് വീഡിയോ എടുക്കുന്നുണ്ട്. ഹജ്ജിൻ്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട. അയ്യോ തുടക്കല്ലോ, തുടക്കല്ലേ കേട്ടോ. അതിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.